അമ്പലപ്പുഴ എന്ന സ്ഥലപ്പേരോടൊപ്പം രണ്ടാമത് പറയുന്ന പേരാണ് പാൽപ്പായസം എന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവരൊക്കെ ഈ പാൽപ്പായസത്തിൻ്റെ രുചി ഒരിക്കലും മറക്കുകയില്ല. വില്വമംഗലം സ്വാമി അന്നത്തെ ചെമ്പകശ്ശേരി രാജാവുമൊത്ത് ഇതുവഴി കടന്നുപോയപ്പോൾ ഓടക്കുഴൽ നാദം കേട്ട് നോക്കിയപ്പോൾ ഒരാലിൻ്റെ മുകളിലിരുന്ന് ഓടക്കുഴൽ ഊതുന്നത് കണ്ടെന്നും രാജാവിനോട് വില്വമംഗലം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ 3 വിഗ്രഹങ്ങളിലൊന്ന് ഗുരുവായൂരിലും മറ്റൊന്ന് തൃപ്പൂണിത്തുറയിലും മൂന്നാമത്തേത് അമ്പലപ്പുഴയിലുമാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസത്തെ ഉത്സവം ഇവിടെ നടക്കാറുണ്ട്. ഇതിൽ 9ാം ദിവസമാണ് ഏറ്റവും വിശേഷം. കൂടാതെ അഷ്ടമി, രോഹിണി, വിഷു എന്നിവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രവും കൊള്ളയടിക്കപ്പെടും എന്ന സൂചന ലഭിച്ചതിനാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അമ്പലപ്പുഴയിൽ കുറച്ചുകാലം സൂക്ഷിച്ചിരുന്നു. എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കിക്കൊണ്ടുപോയി. ഇന്നും അമ്പലപ്പുഴയിൽ പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു പോരുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധനായൊരു ആനയാണ് രാമചന്ദ്രൻ. മധ്യ തിരുവിതാംകൂറിലെ ഉത്സവപ്പറമ്പുകളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ രാമചന്ദ്രൻ്റെ പേരിൽ അതേ വലുപ്പത്തിലുള്ള കൽപ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ദർശന സമയം കാലത്ത് 3 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ്. ആലപ്പുഴയിൽ 14 കിലോമീറ്റർ അകലെ അമ്പലപ്പുഴയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 66 വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ അമ്പലത്തിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കാണുമ്പോഴാണ്. പ്രകൃതിയാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ക്ഷേത്രം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളുമെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ കാഴ്ചകളും കൂടിയാവുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. പടിഞ്ഞാറേ നടയിലൂടെയാണ് നടപ്പന്തലിൽ എത്തുന്നത്. പടിഞ്ഞാറേ വാതിലിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ആ വാതിൽ തനിയെ അടഞ്ഞുപോയതാണ് എന്നാണ് വിശ്വാസം. വടക്കേ നട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടുന്ന് നേരെ പ്രധാന പ്രതിഷ്ഠയായ പാർത്ഥസാരഥിയുടെ മുന്നിലെത്തുന്നു. 3 അടി പൊക്കമുള്ള കൃഷ്ണശിലയിലാണ് വിഗ്രഹം.